Hi all, in this video lecturing we are going to cover the next topic of module 6, that is network based design. In the last video lecturing we covered the different networks used in the embedded system like I2C bus, next one is Ethernet and field bus. And in this one let us start with network based design. സോ ഇതിനകത്ത് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി എംബഡഡ് നെറ്റ്വർക്ക്സ് ആർ ഡിസൈൻ ഫോർ നമ്മൾ മിക്ക എംബഡഡ് സിസ്റ്റവും ലോ കോസ്റ്റിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് ഹൈ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്പീഡൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി. സോ അതെന്ന് പറയുന്നത് ലോ കോസ്റ്റാണ്, ഓൾറെഡി മിക്കതും ലോ കോസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ലോ കോസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന എംബഡഡ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് അതുമാതിരി തന്നെയായിരിക്കും, കുറവായിരിക്കും. So, some of the points we should consider while designing a network-based embedded system are as follows. നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് ബേസ്ഡ് എംബഡഡ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പോയിൻറ്റുകൾ നോട്ട് ചെയ്യണം. അത് ഏതൊക്കെ പോയിൻറ്റുകൾ എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഈ നെറ്റ്വർക്ക് ബേസ്ഡ് ഡിസൈൻ. ഒരു 4 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഈ 4 പോയിൻറ്റ്സ് ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മളൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എംബഡഡ് സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാൻ. ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിൻ ദ ഡിലേ ഫോർ ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ്. ഒരു നെറ്റ്വർക്കിലൂടെ ഒരു മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഡിലേ, അതെന്ന് പറയുന്നത് മെസ്സേജ് ഡിലേ. ഒരു സിംഗിൾ മെസ്സേജാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത്, അതായത് നമ്മൾ റീട്രാൻസ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ മെസ്സേജ് പാസ്സാവുന്നു, അതായത് സിംഗിൾ മെസ്സേജാണ് പാസ്സാവുന്നതെങ്കിൽ അതിൻ്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് TM = TX + TN + TR ആണ്. എന്താണ് TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ സൈഡിൽ വരുന്ന ഒരു ഡിലേ. TN എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലൂടെ നമ്മൾ എടുക്കുക, ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. TR എന്ന് പറഞ്ഞാൽ റിസീവർ സൈഡിൽ ഉണ്ടാകുന്ന ഒരു ഓവർഹെഡ്. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം കിട്ടുന്നത്. ഇത്രയായിരിക്കും നമ്മുടെ മെസ്സേജ് ഡിലേ, ഒരു സിംഗിൾ മെസ്സേജ് അയക്കാനുള്ള ഡിലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ TM = TX + TN + TR, where TX = ട്രാൻസ്മിറ്റർ സൈഡ് ഓവർഹെഡ്, TN എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ടൈം, ആൻഡ് TR എന്ന് പറയുന്നത് റിസീവർ സൈഡ്. അപ്പോൾ I2C ബസ്സിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റർ റിസീവർ സൈഡിൽ വരുന്ന ഓവർഹെഡിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അതിനകത്ത് നമ്മൾ സിങ്ക്രണൈസ് ആയിട്ടാണ് പോകുന്നത്. മെയിൻലി ബിക്കോസ് വി ആർ യൂസിങ് 2 different types of lines, that is serial control line and serial data line. അപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിലോ റിസീവർ സൈഡിലോ ഉള്ള ഒരു ഡിലേ എന്ന് പറയുന്നത് ഞാൻ കമ്പയർഡ് വിത്ത് ദ നെറ്റ്വർക്ക് ട്രാൻസ്മിഷനകത്ത് വരുന്ന ഡിലേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് വെരി നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി I2C, TX and TR ആർ നെഗ്ലിജിബിൾ വെൻ റിലേറ്റീവ് ടു TN വെച്ച് കമ്പയർ ചെയ്യുമ്പം. ഇനി ഇപ്പോൾ രണ്ട് മെസ്സേജുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെസ്സേജ് ഡിലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് TY = TD + TM. TD എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഡിലേ, അതായത് നെറ്റ്വർക്ക് നമുക്ക് ആ പറയുന്ന ഒരു നോഡിനെ കിട്ടാനെടുക്കുന്ന ഒരു താമസം, അതാണ് TD. ബാക്കി TM എന്ന് പറഞ്ഞാൽ TX അതിനകത്ത് വരും. TM എന്ന് പറഞ്ഞാൽ TX + TN + TR. നോർമലി നമ്മൾ മുകളിൽ പഠിച്ചതുപോലത്തെ ആണ് ഇത് കംപ്ലീറ്റ് ആഡപ്പ് ചെയ്ത് പ്ലസ് എക്സ്ട്രാ ആരും കൂടി വരും TD, നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഡിലേ. ബിക്കോസ് രണ്ട് മെസ്സേജ്, അത് ഇപ്പോൾ വേറൊരു മെസ്സേജും കൂടി, ഒരു മെസ്സേജ് ഇപ്പോൾ ഓൾറെഡി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മെസ്സേജിന് ഇൻ്റർഫിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന TDയും കൂടി എന്ത് ചെയ്യും, ആഡപ്പ് ആകും. It is difficult to calculate TD as this depends on the type of bus arbitration. TD എന്ന് പറയുന്നത്, അതായത് നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഡിലേ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും, മെയിൻലി ബിക്കോസ് നമ്മളവിടെ ആർബിട്രേഷൻസ് യൂസ് ചെയ്യും. കാര്യം എന്താണ്, ഇപ്പം ഒന്നിൽ കൂടുതൽ മെസ്സേജസ് അറ്റ് എ ടൈം പാസ് ചെയ്യാനായിട്ട്, നോഡുകൾ സെൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ആർബിട്രേഷൻ സ്കീം വെക്കും. അതായത് ഹൈ പ്രയോറിറ്റി ഉള്ള നോഡുകൾക്ക് ആദ്യമേ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ TD എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, മെയിൻലി ബിക്കോസ് ഓഫ് ആർബിട്രേഷൻ. അപ്പം നമ്മൾ നെറ്റ്വർക്കിനകത്ത് 2 തരത്തിലുള്ള ആർബിട്രേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആർബിട്രേഷനും, രണ്ടാമത്തേത് ഫെയർ ആർബിട്രേഷനും. ഫിക്സഡ് ബസ്സിൻ്റെ കേസാണ് പറയുന്നത്. ഫിക്സഡ് ബസ് ആർബിട്രേഷൻ്റെ കേസിലാണെങ്കിൽ നമുക്കൊരിക്കലും നെറ്റ്വർക്ക് ഡിലേനെ ബൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം
ഫിക്സഡ് ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരാൾക്കായിരിക്കും ആദ്യമേ ബസ് കിട്ടുന്നത്. അത് എപ്പോഴാണോ ചാൻസ് തീരുന്നത്, ഇപ്പോൾ എപ്പോഴും ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു നോഡ് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡിലേനെ ബൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഫിക്സഡ് ബസ് ആർബിട്രേഷൻ്റെ ഒരു പോരായ്മ. നെക്സ്റ്റ് വൺ ഈസ് ഫെയർ ബസ് ആർബിട്രേഷൻ. അതിനകത്ത് നമുക്ക് ആർബിട്രേഷൻ എത്രയാണ് നെറ്റ്വർക്കിൻ്റെ ഡിലേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ബൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഓരോ നോഡിനും ഇത്ര ഒരു ഫിക്സഡ് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടൈമിനുള്ളിൽ അത് സെൻഡ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും, സൈക്കിളായിട്ട് വരും. അതായത് നമ്മുടെ റൗണ്ട് റോബിൻ ഫാഷനിലായിരിക്കും ഈ പറയുന്നത് നടക്കുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് ഡിവൈസസ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, അത് മെസ്സേജ് അയക്കാൻ കോമ്പീറ്റ് ചെയ്യുവാണെങ്കിൽ വേഴ്സ്റ്റ് കേസ് അവൈലബിലിറ്റി ഡിലേ വരുന്നത് n നമ്പർ ഓഫ് ഡിവൈസ് n TX + T ആർബിട്രേഷൻ. TX എന്ന് പറഞ്ഞാൽ റിസീവർ സൈഡിൽ നിന്നുണ്ടാകുന്ന ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്നുണ്ടാകുന്ന ഒരു ഡിലേ. അതെത്രയായിരിക്കും? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ. n ട്രാൻസ്മിറ്റഡ് സൈഡിൽ ഉണ്ടാകുന്ന ഒരു ഡിലേ പ്ലസ് ആർബിട്രേഷന് വേണ്ടി എടുക്കുന്ന ഡിലേ. സോ ഈ ആർബിട്രേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നെറ്റ്വർക്കിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതെന്ന് പറയുന്നത് എന്ത് പറ്റും, നെഗ്ലിജിബിൾ ആയിപ്പോവും. അത് നമുക്ക് വെരി സ്മോൾ വാല്യൂ ആയിരിക്കും ഈ പറയുന്ന T ആർബിട്രേഷൻ. ഏതിൻ്റെ കേസിൽ? ഈ പറയുന്ന ഫെയർ ആർബിട്രേഷൻ്റെ കേസിൽ. ബട്ട് ഇതിൻ്റെ കേസിൽ ഈ പറയുന്ന T ആർബിട്രേഷൻ എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 ആർബിട്രേഷൻ സ്കീമിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് ഫസ്റ്റ് കേസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വി നീഡ് ടു ഡിറ്റർമിൻ ദ ഡിലേ ഫോർ ട്രാൻസ്മിറ്റ്. ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡിലേ. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ ഒരൊറ്റ മെസ്സേജാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിലുള്ള ഡിലേ. പിന്നെ വരുന്നത് ഇൻ്റർഫിയർ ചെയ്യുകയാണ്, വേറൊരു മെസ്സേജ് ഇൻ്റർഫിയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഡിലേ. അതിപ്പം നമ്മൾ ആർബിട്രേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർബിട്രേഷൻസ് യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ഡിലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് കേസിലെ സിനാരിയോയിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസൈൻ ഫോർ പ്രയോറിറ്റി ഇൻവേർഷൻ ഇൻ നെറ്റ്വർക്ക് ബേസ്ഡ് എംബഡഡ് സിസ്റ്റം. അതായത് നമ്മൾ ഈ പ്രയോറിറ്റി ഇൻവേർഷനെ നമ്മൾ ഈ പറയുന്നതിന് അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം എങ്ങനെ നമുക്ക് ഒരു പ്രയോറിറ്റി ഇൻവേർഷൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് ബേസ്ഡ് എംബഡഡ് സിസ്റ്റത്തിനകത്ത് പ്രയോറിറ്റി ഇൻവേർഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾക്ക് പ്രോസസ് ഷെഡ്യൂളിംഗ് മോഡൽസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോസസ്സറിന് ഒരു CPU-നകത്തേക്ക് ഒരു ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ട് ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്നതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് എന്നുള്ള നെറ്റ്വർക്ക്സിന് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്. ബട്ട് നെറ്റ്വർക്ക്സ് കമ്മ്യൂണിക്കേഷൻസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന എന്തിനകത്താണ്? പാക്കറ്റ്സ് ആയിരിക്കും. ഇനി മിക്ക നെറ്റ്വർക്കിനകത്തും വി കനോട്ട് ഇൻറ്ററപ്റ്റ് ഒരു പാക്കറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റത്തിനകത്തായിരിക്കും ആണെങ്കിൽ നമുക്ക് അതിനകത്ത് വേറൊരു പാക്കറ്റും കൂടി സെൻഡ് ചെയ്ത് ഇൻ്റർഫിയർ ചെയ്യാൻ ഒട്ടും നല്ലതായിരിക്കത്തില്ല. അപ്പം ഇപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നാലും ലോവസ്റ്റ് പ്രയോറിറ്റി പാക്കറ്റ് ആയിരുന്നാലും കറൻ്റ്ലി സെൻഡ് ചെയ്യുന്നത് ഏതായിരുന്നാലും അവരെ കംപ്ലീറ്റ് സെൻഡ് ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് അടുത്ത ആളിനെ എടുക്കുക. അതായത് ഇപ്പം ഒരു ലോവസ്റ്റ് പ്രയോറിറ്റി പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി പാക്കറ്റ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി വെയിറ്റ്. അവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക, അവർ വെയിറ്റ് ചെയ്യട്ടെ. ലോവസ്റ്റ് പ്രയോറിറ്റി കംപ്ലീറ്റ് അവരുടെ ട്രാൻസാക്ഷൻസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യും, അടുത്ത ഹയസ്റ്റ് പ്രയോറിറ്റി ആൾക്കാർക്ക് കൊടുക്കും. ഓക്കെ, അപ്പം അതാണ് പ്രയോറിറ്റി ഇൻവേർഷൻ പ്രോബ്ലം. നമ്മൾ ഈ പറയുന്ന പ്രയോറിറ്റി ഇൻവേർഷനാണ് നമ്മൾ ഈ പറയുന്ന നെറ്റ്വർക്ക്സിനകത്ത് ഡിസൈൻ ചെയ്യുന്നത്. വെൻ എ ലോ പ്രയോറിറ്റി മെസ്സേജ് ഈസ് ഓൺ ദ നെറ്റ്വർക്ക് ഈസ് എഫക്റ്റീവ്ലി അലോക്കേറ്റഡ് ടു ദാറ്റ് ലോ പ്രയോറിറ്റി മെസ്സേജിന് അലോക്കേറ്റഡ് ആയിരിക്കും. അലോവിങ് ഈ പറയുന്ന ലോ പ്രയോറിറ്റി മെസ്സേജ് ആരാണോ പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ ലോ പ്രയോറിറ്റി ആണെങ്കിൽ ദാറ്റ് ലോ പ്രയോറിറ്റി മെസ്സേജസ് ആർ ഏബിൾ ടു ബ്ലോക്ക് ദിസ് ഹൈ പ്രയോറിറ്റി മെസ്സേജസിനെ ബ്ലോക്ക് ചെയ്യാൻ ഏബിൾ ആയിരിക്കും. ദിസ് കനോട്ട് കോസ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഡെഡ് ലോക്ക് വരത്തില്ല. ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകത്തില്ല. പ്രിയംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെയാണ് ആ പ്രശ്നം വരുന്നത്. ഇവിടെ പ്രിയംപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ കൊടുക്കുന്നു, അയാളെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു.
So the solution is to analyze network behavior to determine whether priority inversion causes some messages to be delayed for too long. നമ്മൾ ഈ പറയുന്ന പ്രയോറിറ്റി ഇൻവേർഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഏതെങ്കിലും ഒരു പാക്കറ്റ് ഏതെങ്കിലും ഒരു നോഡ് അതിൻ്റെ മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു കണ്ടൻറ്റാണ്. പ്രയോറിറ്റി ഇൻവേർഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പ്രയോറിറ്റി ഇൻവേർഷൻ ഉപയോഗിക്കുന്നത് മൂലം ഏതെങ്കിലും നോഡുകൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം. ഇനി തേർഡ് സിനാറിയോ എന്ന് പറയുന്നത് അനലൈസിങ് ഡിലേ ത്രൂ മൾട്ടി ഹോപ്പ് നെറ്റ്വർക്ക്. അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു നോഡിൽ നിന്നും വേറൊരു നോഡിനകത്തേക്ക് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് പാത്ത് വഴി സെൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് പാത്ത് വഴി, ദാറ്റ് മീൻസ് ഇൻ്റർമീഡിയറ്റ് നോഡ്സ് വഴി എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് നോഡ്സ് വഴി സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിലേയും കൂടി നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യണം. അതാണ് ഈ നെറ്റ്വർക്ക് ക്യാൻ ബി സിംഗിൾ ഹോപ്പ് ഓർ മൾട്ടി ഹോപ്പ് നെറ്റ്വർക്ക്. മൾട്ടി ഹോപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മെസ്സേജ് റൂട്ട് ചെയ്യുന്നത് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനകത്തേക്ക് ഇൻ്റർമീഡിയറ്റ് നോഡ്സ് വഴി റൂട്ട് ചെയ്യും. അപ്പം ഈ പറയുന്ന മൾട്ടി ഹോപ്പ് നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഈ പറയുന്ന ഡിലേ അനലൈസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ നോട്ട്സിനകത്തേക്ക്, അപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ബട്ട് ഒന്നിൽ കൂടുതൽ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് വഴിയാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പറയുന്ന നെറ്റ്വർക്ക് ഡിലേ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രോപ്പർ കെയർ ഈ പറയുന്ന ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ വി ഷുഡ് ഗിവ് സം പ്രോപ്പർ കെയർ കൊടുക്കണം. ഇതാണ് എൻ്റെ ഒരു സിനാരിയോ പറയുന്നത്. M1 M5 മെസ്സേജ് M3 വഴി പാസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വണ് സ്കെഡ്യൂളിംഗ് ആൻഡ് അലോക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഷൻസ്. നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുമല്ലോ, ഓരോ പാക്കറ്റിനെയും സ്കെഡ്യൂൾ ചെയ്യും, അതിന് വേണ്ട സംഭവങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യും, അതിന് കമ്മ്യൂണിക്കേഷൻസ് നടക്കും. അത് ക്ലിയർലി ഇൻ്റർ ആയിരിക്കണം. അതായത് സ്കെഡ്യൂൾ ചെയ്യുന്ന ആൾക്ക് തന്നെ പാക്കറ്റിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ആ പറയുന്ന ചാനൽ അലോക്കേറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണം. അതുകൊണ്ട് വേറെ ആരെങ്കിലും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഉറപ്പ് വരുത്തണം. സോ കെയർ ഷുഡ് ബി ഗിവൺ വൈൽ ചേഞ്ചിങ് ദ അലോക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഷൻ. നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ, അതായത് ഒരു പാക്കറ്റിന്, ഒരു നോഡിന് ചാനൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു പാക്കറ്റിന് അല്ലെങ്കിൽ വേറൊരു നോഡിന് ഈ പറയുന്ന ചാനൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, we need to give some kind of a attention. Now, okay, while we are designing network-based embedded system. So these are the 4 points that we need to analyze during the network-based design. The സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിൻ ദ ഡിലേ ഫോർ ട്രാൻസ്മിറ്റിംഗ്. മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഡിലേ. പ്രയോറിറ്റി ഇൻവേർഷൻസ് ഉണ്ടാകുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ തന്നെ മൾട്ടി ഹോപ്പ് വഴിയാണ് നമ്മൾ ഒരു ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത്. Okay, these are the 4 points to be noted while designing the network based embedded system. Okay, this is all about എന്താണ് നമ്മുടെ നെറ്റ്വർക്ക് ബേസ്ഡ് ഡിസൈൻ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ഗോ ത്രൂ നെക്സ്റ്റ് വീഡിയോ ലെക്ചർ വി ക്യാൻ ഗോ ത്രൂ ദിസ് ഇൻ്റർനെറ്റ് ഇനേബിൾഡ് സിസ്റ്റം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഒന്നും കൂടി ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.